ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പുല്ലാങ്കുഴൽ മരത്തിന്റെ അല്ല ഒരു എല്ലിന്റെ ഭാഗം കൊണ്ടാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? അത് നൽകിയത് ദേവാദിദേവൻ മഹാദേവനാണെന്ന് പറഞ്ഞാലോ? ഗർദ്ദസംഹിതയിലെ പരാമർശങ്ങളെ അടിസ്ഥാനമാക്കി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പുല്ലാങ്കുഴലിന് പിന്നിലെ ദിവ്യകഥ ഇങ്ങനെയാണ്. ദ്വാപരയുഗത്തിന്റെ ആരംഭം. മഹാവിഷ്ണു ഭഗവാൻ ശ്രീകൃഷ്ണനായി ഭൂമിയിൽ അവതരിച്ച വാർത്ത കൈലാസത്തിലുമെത്തി. തന്റെ ഇഷ്ടദൈവത്തെ നേരിൽ കാണാൻ മഹാദേവന്റെ ഉള്ളം തുടിച്ചു. എന്നാൽ വെറും കൈയോടെ കാണാൻ പോകുന്നത് ശരിയല്ലെന്ന് കരുതിയ ശിവൻ കൃഷ്ണന് നൽകാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സമ്മാനത്തിനായി തിരഞ്ഞു. അപ്പോഴാണ് പണ്ട് ദേവന്മാർക്ക് വേണ്ടി സ്വന്തം ശരീരം ത്യാഗം ചെയ്ത ദധീചി മഹർഷിയെ മഹാദേവൻ ഓർത്തത്. അസുര നിഗ്രഹത്തിനായി ദധീചി മഹർഷി തന്റെ അസ്ഥികൾ നൽകിയപ്പോൾ അതിൽ നിന്ന് ഇന്ദ്രന്റെ വജ്രായുധം ഉൾപ്പെടെ പല ദിവ്യ ആയുധങ്ങളും നിർമ്മിക്കപ്പെട്ടു. എന്നാൽ അതീവ പവിത്രമായ ഒരു അസ്ഥിഭാഗം മഹാദേവൻ കരുതിവെച്ചിരുന്നു. ശിവൻ ആ അസ്ഥിയെടുത്ത് അതിൽ സുഷിരങ്ങൾ തീർത്ത് അതീവ സുന്ദരമായ ഒരു പുല്ലാങ്കുഴൽ നിർമ്മിച്ചു. ശ്വാസത്തിലൂടെ സംഗീതം പൊഴിക്കുന്ന ആ കുഴലുമായി മഹാദേവൻ ഒരു സന്യാസിയുടെ വേഷത്തിൽ ഗോകുലത്തിലെത്തി. നന്ദഗോപരുടെ ഭവനത്തിന് മുന്നിലെത്തിയ ശിവൻ തന്റെ പ്രിയപ്പെട്ട ബാലകൃഷ്ണനെ കണ്ടു. മഹാദേവൻ ആ ദിവ്യമായ പുല്ലാങ്കുഴൽ കൃഷ്ണന് സമ്മാനമായി നൽകി. ഗർദ്ദസംഹിതയിൽ ഈ പുല്ലാങ്കുഴലിനെ മഹാനന്ദം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കൃഷ്ണൻ ആ പുല്ലാങ്കുഴൽ അധരത്തോട് ചേർത്ത് വെച്ച് വായിക്കാൻ തുടങ്ങിയപ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചു. ആ സംഗീതം കേട്ട് യമുനാ നദി സ്തംഭിച്ചു നിന്നു. ഗോപികമാരും ഗോപന്മാരും മാത്രമല്ല, പ്രകൃതിയിലെ സകല ജീവജാലങ്ങളും പ്രപഞ്ചം തന്നെയും ആ സംഗീതത്തിൽ ലയിച്ചുപോയി. ഭഗവാൻ ശിവൻ നൽകിയ ആ അസ്ഥിനിർമ്മിതമായ പുല്ലാങ്കുഴലിലൂടെയാണ് കൃഷ്ണൻ വൃന്ദാവനത്തിൽ പ്രേമത്തിന്റെയും ഭക്തിയുടെയും സംഗീതം പൊഴിച്ചത്. ശ്രദ്ധിക്കുക, സാധാരണയായി മുളകൊണ്ടുള്ള പുല്ലാങ്കുഴലാണ് നാം കൃഷ്ണന്റെ കയ്യിൽ കാണാറുള്ളതെങ്കിലും ഈ സവിശേഷമായ കഥ ഗർദ്ദസംഹിതയിലെ വർണ്ണനകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. പവിത്രമായ ത്യാഗത്തിന്റെയും പരമമായ ഭക്തിയുടെയും പ്രതീകമായാണ് ഈ കഥ പറയപ്പെടുന്നത്.